ഇപ്പോൾ റാഫി കരീം കൂടി ചേരുന്നുണ്ട് പ്രതിയുടെ വീട്ടിൽ നിന്ന്. റാഫിയും റമീസ് ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട്. ഈ വീട്ടിലിപ്പോൾ ആരുമില്ല എന്നാണോ? തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന റമീസിന്റെ വീട്ടിലാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ 23 വയസ്സുകാരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന വീടാണ് ഈ കാണുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആലുവയിലാണ്. ആലുവ പാനായിക്കുളത്തുള്ള ഈ വീട്ടിലെത്തിച്ച് ഈ കുട്ടിയെ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഈ വീട്ടിൽ വെച്ച് മർദ്ദിച്ചപ്പോൾ ഈ റമീസിന്റെ ബന്ധുക്കൾ അതിന് സാക്ഷിയായിരുന്നു. ആ ബന്ധുക്കൾ ഒന്നും തന്നെ പറഞ്ഞില്ല എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വീട്ടിൽ നിന്നാണ് ഈ കുട്ടിയെ മതം മാറ്റുന്നതിന് വേണ്ടി പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്നും കൂടി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ നടന്നു എന്ന് പറയുന്ന ഈ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ വീട് നിലവിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറോളം സമയമായി നമ്മൾ ഈ വീടിന്റെ പരിസരത്തുണ്ട്. ഈ റമീസിന്റെ പിതാവിനെ നമ്മൾ ഫോൺ വിളിച്ചിരുന്നു. ആ സമയത്തെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാവിലെ ഈ പിതാവിനെ ഈ പരിസരത്ത് കണ്ട ആളുകൾ ഇവിടെയുണ്ട്. എന്നാൽ അതിനുശേഷം ഒരു വിവരവുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ വീട് കേന്ദ്രീകരിച്ച് ഇവർ 6 വർഷമായി താമസം തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഇവർ വെടിമറയിൽ നിന്ന് ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ 6 വർഷം മുൻപാണ് ഈ വീടും സ്ഥലവും വാങ്ങി ഇവിടെ താമസം തുടങ്ങുന്നത്. മറ്റ് അയൽവക്കത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് മറ്റ് പ്രശ്നങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ കുട്ടിയെ ഇവിടെ കണ്ടിട്ടുണ്ടോ എന്ന് അയൽവക്കത്തുള്ള ആളുകളോട് നമ്മൾ ചോദിച്ചിരുന്നു. അവർ അപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞത് ഇവിടെ നിരന്തരം പെൺകുട്ടികളും ഒപ്പം തന്നെ ആളുകളും ബന്ധുക്കളും എല്ലാം വന്നു പോകുന്നതാണ്. അത്തരത്തിൽ അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ നമ്മളോട് നൽകിയ മറുപടി. എന്തായാലും ഈ വീട്ടിൽ നിന്ന് നിലവിൽ ബന്ധുക്കളെല്ലാം തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആണ്. രാവിലെ ഇവരെ ഇവിടെ കണ്ടിരുന്നു. ഈ മകന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഈ ഇവിടെയുള്ള ആളുകളെ കാണാതായത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. മറ്റ് വിവരങ്ങൾ പോലീസിൽ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും ഈ വീട്ടിലെത്തിച്ചാണ് 23 വയസ്സുകാരിയായ TTC വിദ്യാർത്ഥിനിയെ ഇവർ മതപരിവർത്തനം ആവശ്യപ്പെട്ടുകൊണ്ട് മതം മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാനസികമായി പീഡിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മളോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലും പറയുന്നത് ഈ വീട്ടിലെത്തിച്ചപ്പോൾ ഈ ബന്ധുക്കളടക്കം റമീസിനൊപ്പം നിന്നു എന്നുള്ളതാണ്. ഈ ബന്ധുക്കളടക്കം ഇത് ഈ ഇത്തരത്തിൽ മതം മാറണമെന്ന് ആവശ്യപ്പെട്ടുകുറിപ്പിൽ ഉൾപ്പെടെ പരാമർശിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലീസ് അവിടെ എത്തി അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ റാഫി? തീർച്ചയായും ഇനിയിപ്പോൾ ഈ ബന്ധുക്കളെ ട്രേസ് ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ വീട്ടിലെത്തി അടക്കം തെളിവെടുപ്പടക്കം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ കുട്ടിയെ അവിടെ നിന്ന് ഈ വീട്ടിലേക്ക് എത്തിച്ച് ദിവസങ്ങളോളം ഈ വീട്ടിൽ പൂട്ടിയിട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ വീട്ടിൽ പൂട്ടിയിടുന്ന സമയത്ത് തന്നെ കുട്ടിയോട് മതം മാറണമെന്ന് ആവശ്യപ്പെട്ടു. വിവാഹം ചെയ്യണമെങ്കിൽ മതം മാറണമെന്നാണ് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ ബന്ധുക്കളടക്കം പറയുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ റമീസിന്റെ ഈ വീട് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പടക്കം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇനി പോലീസിന്റെ പരിശോധനകളാണ് ഉള്ളത്. നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ബിനാനിപുരം പോലീസ് സ്റ്റേഷന് കീഴിലാണ് ഈ പ്രദേശമുള്ളത്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശമുള്ളത്. ബിനാനിപുരം പോലീസിൽ നിന്നുള്ള സംഘം ഇവിടേക്ക് എത്തി പരിശോധനകളിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SP-യുടെ ഒരു പ്രത്യേക സംഘമാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുമായി ആലോചിച്ചായിരിക്കും ഈ പോലീസിന്റെ ഭാഗത്തുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഈ വീട്ടിലുള്ള ആളുകൾ അവരെ നിലവിൽ ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇന്ന് രാവിലെ ഇവിടെ കണ്ടിരുന്നു. അതിനുശേഷം ഇവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആണ്. പ്രതി ചേർക്കുമെന്നൊരു സാഹചര്യം വന്നതോടുകൂടി മകൻ പ്രതിയായി അറസ്റ്റിലായതോടുകൂടിയാണ് ഇവരെ ഈ ബന്ധുക്കളെ ഇവിടെ നിന്ന് കാണാതായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റമീസിന്റെ മാതാവും പിതാവും ഒപ്പം തന്നെ സഹോദരിയുമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. 6 വർഷം മുൻപാണ് ഇവിടെ ഈ പാനായിക്കുളത്തേക്കുള്ള ഈ വീട്ടിലേക്ക് വെടിമറയിൽ നിന്ന് ഇവർ താമസം മാറി വന്നത്. റമീസിന്റെ പിതാവിന് ഒരു ഇറച്ചിക്കടയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. സ്വന്തമായി ഒരു കോഴി ഇറച്ചി കടയും അദ്ദേഹത്തിനുണ്ട്. ഒപ്പം തന്നെ റമീസ് എയർപോർട്ടിലെ താൽക്കാലികമായി ജോലി ചെയ്യുകയായിരുന്നു. ഇവിടുത്തെ അയൽവക്കക്കാരും ഇവരുമായി അത്ര സൗഹൃദം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരന്തരമായി ഇവിടെ ആളുകൾ ബന്ധുക്കളും ഒപ്പം തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം വന്നു പോകുന്ന ഒരു സാഹചര്യവും ഈ അയൽവക്കത്തുള്ള ആളുകൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും കേസിൽ പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. വീട് കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും ബന്ധുക്കളുടെ അടക്കം ചോദ്യം ചെയ്യലും അറസ്റ്റും അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. മതം മാറാൻ നിർബന്ധിച്ചു, ആ ആവശ്യമുന്നയിച്ച് വീട്ടിലെത്തിച്ച് പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. ആൺസുഹൃത്ത് ഇപ്പോൾ അറസ്റ്റിലാണ്.